الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ ആദ്യമായി വസിയത്ത് ചെയ്തു. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, മഗ്ഫിറത്തിന്റെ, നരകമോചനത്തിന്റെ, സ്വർഗപ്രാപ്തിയുടെ നാളുകളിലൂടെയാണ് നാം ചെയ്യുന്നത്. കഴിഞ്ഞ റമദാന്റെ ദിനരാത്രങ്ങൾ അങ്ങനെ തന്നെ ആയോ എന്ന് ഒരു മഹാസഭ, ഒരു പുനർവിചിന്തനം നാം നടത്തണം. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ചുകൊണ്ട് വരും നാളുകൾ കൂടുതൽ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സംഗതികളെല്ലാം നൽകിയിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ അതെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി കാലാകാലങ്ങളിൽ നമ്മെ പഠിപ്പിക്കാൻ അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ത്യവേദമായ വിശുദ്ധ ഖുർആനിൽ കാലാവസാനം വരേക്കുമുള്ള മനുഷ്യർക്ക് ഇനിയൊരു പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധം സംക്ഷിപ്തമായി ജീവിതത്തെക്കുറിച്ച്, ജീവിത ചിന്തകളെയും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിനെ സർവാത്മന സമർപ്പിതരാവുക, അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം.
അത് ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് കിട്ടിയതെന്തോ ആ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിലേക്ക് നമ്മൾ കീഴ്ന്നിടേണ്ടവരാണ്. മനുഷ്യരായ നാം നേടുന്നതെല്ലാം നല്ലതാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും അത് ഒന്നുപോലെ 2 പ്രാവശ്യം ചിന്തിച്ച് ആളുകളോട് ചോദിച്ച് അതിനെക്കുറിച്ച് അതിന്റെ റിവ്യൂ കണ്ട് ഒക്കെയാണ് നമ്മൾ സാധനം വാങ്ങാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള വിഷയമാണ് സമ്പത്ത്. പൈസ അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പൈസ ആവശ്യം, എന്തിനും പൈസ ആവശ്യം അല്ലെ? എങ്കിൽ ആ പൈസയും പരിശുദ്ധമാകണം എന്ന ഒരു നിർബന്ധമാണ് ഇസ്ലാം വെക്കുന്നത്. ആ പൈസയും പരിശുദ്ധമായ പൈസയാവണം. പരിശുദ്ധിക്ക് വേണ്ടി അത് ചെലവഴിക്കുകയും ചെയ്യണം എന്നതാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കൂ എന്നാണ്. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, നിങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കണം. ഹലാലാണ് അല്ലാഹു സ്വീകരിക്കുക. ഹലാലല്ലാത്ത സമ്പാദ്യം കൊണ്ട് നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, എന്നിട്ട് അദ്ദേഹം അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഒരാള് മൂത്രം കൊണ്ട് വസ്ത്രം അലക്കിയാൽ വസ്ത്രം ശുദ്ധിയാവാത്തത് പോലെ ഹറാമായ പൈസ കൊണ്ട് നല്ലത് ചെയ്താൽ ആത്മാവ് ശുദ്ധമാവില്ല, അള്ളാഹു സ്വീകരിക്കില്ല എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയില്ല. അപ്പോൾ ചില ആളുകൾ ധാരാളം സമ്പാദിക്കാറുണ്ട്, എന്നിട്ട് ഒരുപാട് അവർ നന്മയും ചെയ്യാറുണ്ട്. പക്ഷെ സമ്പാദിക്കുന്നതിൽ ഹലാലാണോ ഹറാമാണോ എന്ന ചിന്ത ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ, അന്ന് മനുഷ്യര് പരിഗണിക്കുകയില്ല, മാ അഖദ മിൻഹു, അവൻ എവിടെ നിന്നാണ് സമ്പത്ത് കിട്ടിയതെന്ന്, അമ്മിനൽ ഹലാലി അം മിനൽ ഹറാം, എനിക്ക് കിട്ടിയ പൈസ ഹലാലാണോ ഹറാമാണോ, എനിക്ക് കിട്ടുന്ന ഇൻകം അത് ഹലാലാകുമോ ഹറാമാകുമോ എന്നവർ ചിന്തിക്കാറില്ല. എങ്ങനെ പൈസ ഉണ്ടാക്കണം, പൈസ കിട്ടണം, ആ ചിന്ത ഇന്ന് കൂടി വരികയാണ്. ഹറാമായ സമ്പത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പൈസ ഉണ്ടാക്കണം, ജീവിതത്തിന്റെ എല്ലാ സുഖാഡംബരങ്ങളും അനുഭവിക്കണം എന്ന ചിന്തയിലേക്ക് അള്ളാഹു റസൂൽ പറഞ്ഞ ആ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. സമ്പത്തിനെ സ്നേഹിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമാണ് മനുഷ്യർ. അത് മനുഷ്യരുടെ സ്വഭാവത്തിലുള്ളതാണ്. അത് തെറ്റല്ല, അതൊരു കുറ്റവുമല്ല. പക്ഷേ ആ സമ്പത്ത് എന്തിനാണ് എന്നും, എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്തിനാണ് സമ്പത്ത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എങ്ങനെയുള്ള സമ്പത്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് എന്ന ചിന്ത നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യന്മാര് സമ്പത്തിനോട് അതികഠിനമായ വല്ലാത്തൊരു സ്നേഹം മുഴുവൻ സമ്പത്തിൽ, ഹുബ്ബൻ ജമ്മ, എല്ലാ സ്നേഹവും അതിനകത്താണ്. ഉമ്മയോടുള്ള, വാപ്പയോടുള്ള, ഭാര്യയോടുള്ള, മക്കളോടുള്ള, കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള, സമുദായത്തോടുള്ള എല്ലാ സ്നേഹവും ഒന്നിച്ച് പൈസയിൽ കൊണ്ടിട്ട് അതിനപ്പുറത്തൊരു സ്നേഹം വേറെ ഇല്ല. സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ സമ്പത്ത് കിട്ടാത്തൊരു സ്നേഹം ഇല്ല. ഉമ്മയും വാപ്പയും വല്ലതും തന്നില്ലെങ്കിൽ പിന്നെ ഉമ്മയും വാപ്പയും ഇല്ല. ചിലപ്പോ ചില മക്കൾക്ക് അങ്ങനെ കൂടുതൽ കൊടുക്കേണ്ട വന്നാൽ എന്തെങ്കിലും കാരണവശാൽ ആ ഉമ്മയും വാപ്പയും പിന്നെ കരവേപ്പിലായി, പിന്നെ അവരോട് സ്നേഹമില്ല. ഉമ്മ അങ്ങനെ ചെയ്തു, വാപ്പ അങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ സമ്പത്ത് ഭാഗം വെക്കുന്നതിൽ ആർക്കെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടായാൽ അതോടെ മതി, ആ ബന്ധവും സ്നേഹം തീർന്നു പോയി. ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട്, പൈസ കിട്ടാത്തിടത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നിടത്ത് ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന അതിനെയാണ് ഹുബ്ബൻ ജമ്മ എന്ന് പറയാം. അല്ല, സമ്പത്തിനെ സ്നേഹിക്കുന്നത് തെറ്റില്ല. പക്ഷെ ആ സമ്പത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ബന്ധങ്ങളെയും ബാധ്യതകളെയും മറന്ന് സമ്പത്തിനെ സ്നേഹിക്കലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മറ്റൊരിടത്ത്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ ഖൈറിനോട് അഥവാ സമ്പത്തിനോട്, ദുനിയാവിനോട് അതികഠിനമായ സ്നേഹമുള്ളവനാണ് എന്ന്
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്, അള്ളാഹു നൽകിയതിൽ നന്ദിയില്ലാത്തവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ അടയാളങ്ങള് വഇന്നഹു അലാ ദാലിക ലശഹീദ്, അതിന്റെ അടയാളം, അതിന്റെ സാക്ഷി അവനിൽ, അവന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. എന്നിട്ട് ഒന്നാമത് പറഞ്ഞു വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് സമ്പത്തിനെ വല്ലാതെ സ്നേഹിക്കും. ആ സമ്പത്തിന് വേണ്ടി വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്താൻ പറ്റൂല. കാരണം എന്താണ്? തടസ്സം എന്താണ്? അത് കച്ചവടമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ സാമ്പത്തികമായ വിഷയങ്ങളാണ്. അതേപോലെ സക്കാത്ത് കൊടുക്കില്ല, കുടുംബത്തിനെ സഹായിക്കില്ല, സമൂഹത്തിലെ കാര്യങ്ങളിലൊന്നും പൈസ ചെലവഴിക്കുന്നിടത്തൊന്നും അവനെ കാണില്ല. പൈസ ചെലവഴിക്കുന്ന അടുത്തൊന്നും അവനെ കാണൂല. ഒരു സഹോദരൻ, ഒരു അനുഭവം ഉണ്ടായ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അവിടെ കോംപ്ലക്സിന്റെ വീടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂപ്പരെ വലിപ്പമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ടു. അപ്പൊ പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാൻ വേണ്ടി ഞാൻ കിടന്ന് ഓടുന്ന സമയത്ത് അപ്പൊ പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെയ്യണം. പിന്നെ ആ മനുഷ്യൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുന്നത് പോയിട്ട് കാണുമ്പോഴത്തേക്ക് ഓടി പറയും. അയാളെന്താ എന്നോട് പറഞ്ഞത്? ഈ കോയമ്പത്തൂർ നഗരത്തിൽ എനിക്ക് അവിടെ കോംപ്ലക്സ് ഉണ്ട്, ഇവിടെ സ്ഥലമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കോയമ്പത്തൂർ നഗരത്തിലേക്ക് ഒരു സ്ഥലം കിട്ടണമെങ്കിൽ എത്രമാത്രം സമ്പത്ത് ആവശ്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞത്, എന്റെ മോളെ കെട്ടിയുടെ കാര്യം എനിക്ക് വീട്ടിലേക്ക് അരി വാങ്ങുന്ന കാര്യമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഭവനം അവിടെ പള്ളിയില്ല, അവിടെ പള്ളി ഉണ്ടാക്കണം, സ്ഥലം വാങ്ങുന്നുണ്ട്, പൈസ ആവശ്യമാണ്, കഴിയുന്നത് ചെയ്യുന്നു. പിന്നെ ആ കണ്ടാപ്പല്ല ഒരു പാമ്പിനെ കണ്ടായിരിക്കാണ് ഞാൻ അസ്താഹ് പഠിച്ചങ്ങനെ പറയേണ്ടിയിരുന്നില്ല, സലാം പറയുന്നില്ലാണ്ടായിരുന്നു റബ്ബേ എന്നുള്ള അവസ്ഥയായി. കേട്ടോ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സ്നേഹമല്ല സമ്പത്തിന് അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിനും ഇല്ല, സമൂഹത്തിനും ഇല്ലാതെ അങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാരും അങ്ങനെയല്ല, ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്. അത് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കണം, അല്ലെ? അള്ളാഹു പറഞ്ഞു, മനുഷ്യർക്ക് നാം അലങ്കാരമാക്കിയിരിക്കുന്നു സ്ത്രീകളോടുള്ള സ്നേഹം, അഥവാ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മക്കളോടും, അതുപോലെ സ്വർണത്തിനോടും വെള്ളിയോടും അതുപോലെയുള്ള നിക്ഷേപങ്ങളോടൊക്കെ, സമ്പത്തിനോടും കുടുംബത്തിനോടുമൊക്കെ ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ഒരു മനസ്സാണ് മനുഷ്യന് നാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എന്നാൽ അള്ളാഹു അവസാനം പറയുകയാണ്, ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, നിന്റെ ശ്വാസം നിലക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. നിന്റെ ശ്വാസം നിലച്ചാൽ പിന്നെ അതെല്ലാം നിന്റെതല്ലാതായി പോയി, ആരാണ്ടതായി. എന്നാൽ അള്ളാഹ് നിനക്ക് ഈ തന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീ കുടുംബത്തിനും സമൂഹത്തിനും ദീനിനും നീ നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല മടങ്ങി ചെല്ലാനുള്ള ഒരു സ്ഥലം നിനക്ക് അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിരിക്കും. ഇവിടെയുള്ള വീടിനേക്കാൾ, ഇവിടെയുള്ള കൂട്ടുകാരേക്കാൾ, ഇവിടെയുള്ള ബിസിനസിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം, ഒരു ലോകം നിനക്ക് അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് മറന്നു കളയരുത്. അതുകൊണ്ട് അത് വിട്ടുകൊണ്ട് പൈസയെ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദിനാറിന്റെയും ദിർഹമിന്റെയും ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ മേൽ ശാപമുണ്ടാവട്ടെ. പ്രശസ്തിയുടെ വസ്ത്രമുണ്ടല്ലോ, അതും അതിന്റെ അടിമയും മുന്തിയ തരം വില കൂടിയ, അമിതമായ വിലയുള്ള കോഷ്ടിയുള്ള വസ്ത്രത്തിന്റെ ആളുകളും നശിച്ചിരിക്കുന്നു. വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നല്ല, അതിനോട് വല്ലാത്തൊരു ഭ്രാന്ത്, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വഭാവം. വില കൂടിയ കാർ, വില കൂടിയ വസ്ത്രം, എന്തും വലുത് വേണമെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കൂല, കുടുംബത്തെ സൈക്കിൾ കൊടുത്താൽ കുറഞ്ഞു പോലും, എനിക്കത് വാങ്ങാൻ പറ്റൂല, എനിക്കിത് വാങ്ങാൻ പറ്റൂല, ഇത് മൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തയിൽ ദുനിയാവിലെ ആഡംബരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, അവരെയാ റബ്ബ് പറഞ്ഞത്,
അവനത് കിട്ടിയാൽ അവൻ തൃപ്തിപ്പെടും, കിട്ടാതിരുന്നാൽ അവൻ വെറുക്കുകയും ചെയ്യും. അവൻ ആഗ്രഹിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ പറയും, എന്റെ റബ്ബ് എനിക്ക് അത് വന്നു ഇത് വന്നു, അങ്ങനെ എങ്ങനെ വർത്താനം പറയും. എന്തെങ്കിലും ചെറിയൊരു പരീക്ഷണം വന്നത് കിട്ടാതായാലോ പിന്നെ അവൻ ആകെ എല്ലാത്തിനോടും വെറുപ്പും കോപവും എല്ലാത്തിനോടും അകൽച്ചയുമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു മാനസികാവസ്ഥ അതൊന്ന് കൂടിക്കൊണ്ട് വരികയാണ് സമൂഹത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം അവർ മനസ്സിലാക്കേണ്ടത്, സൂറത്ത് തൗബയിൽ 11-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും അള്ളാഹു മുഅ്മിനീങ്ങളോട് ഒരു കച്ചവടം നടത്തിയിരിക്കുന്നു. അല്ലെ? കച്ചവടം എന്താ? കച്ചവടം പടച്ചവൻ നടത്തിയ കച്ചവടം അൻഫുസഹും വഅംവാലഹും, അവരുടെ ജീവനും അവരുടെ സമ്പത്തും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗം പകരം തരാമെന്ന് കരാറിൽ എഗ്രിമെന്റിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ ജീവനും സമ്പത്തും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. ഒരാൾ മുഅ്മിനാണെങ്കിൽ അവന്റെ ജീവനും അവന്റെ സമ്പത്തും അള്ളാഹു ഏൽപ്പിച്ചു അള്ളാഹു വാങ്ങിച്ചു കഴിഞ്ഞു. പകരം സ്വർഗം കിട്ടുന്നു. ദുനിയാവിനേക്കാൾ 99 ഇരട്ടി അനുഗ്രഹങ്ങളും ആനന്ദങ്ങളും സമ്പൽ സമൃദ്ധമായ സ്വർഗം അവൻ തരാമെന്ന്. അപ്പൊ അള്ളാഹുവിന് വിറ്റ ഒരു സംഗതിയാണ് നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും. ഒരാൾക്ക് നമ്മളൊരു സംഗതി വിറ്റാൽ ആ വാങ്ങിയ ആളാണ് പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. വിറ്റവന് പിന്നെ അതിൽ അധികാരമില്ല. അതിന് പകരം അയാളുടെ മൂല്യം തന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അവൻ തരും. അപ്പൊ അള്ളാഹു നമ്മുടെ ജീവനും സമ്പത്തും വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാ ഉറങ്ങേണ്ടത്? എപ്പോഴാ എഴുന്നേൽക്കേണ്ടത്? എന്ത് ഭക്ഷണമാ നീ കഴിക്കേണ്ടത്? എന്തൊക്കെ നീ കാണണം, കേൾക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നെല്ലാം തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിനാണ്. പക്ഷെ അധികാരമാവട്ടെ നമുക്ക് സന്തോഷമുള്ളതുമാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുകൊണ്ട് നമുക്ക് കൂടുതൽ സുരക്ഷയും സമാധാനവും അല്ലാതെ അള്ളാഹുന്റെ ദീനനുസരിച്ച് ജീവിച്ച ഒരാളും പരാജയപ്പെട്ടിട്ടില്ല, ഒരാൾ ഇടങ്ങേറായിട്ടില്ല, പ്രയാസപ്പെട്ടിട്ടില്ല. അവരെ അള്ളാഹു സുരക്ഷിതരാക്കുകയാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ഒരു ആത്മാവിനും അതിന് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെ ഭാരം അള്ളാഹു കൊടുക്കില്ല. അള്ളാഹു നമ്മോട് പറയുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയുള്ളൂ. പഠിച്ചോ അല്ലെ? നമുക്ക് അവന് ഈ ദുനിയാവ് മുഴുവൻ നമുക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയതാ. നമുക്ക് സുഖിക്കാൻ, സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയതാ. പക്ഷെ അതൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കണം? ഒരു മെഷീനറി ഉണ്ടാക്കുമ്പോ അത് ഉണ്ടാക്കിയ എഞ്ചിനീയർ പറയും, അതിന് കാറ്റലോഗ് തരും, ഇത് ഇന്നമാരെ ഉപയോഗിക്കേണ്ടത് എന്ന്. അതായത് മാനുവൽ ഉണ്ടാവും. അത് തെറ്റിച്ചുപയോഗിച്ചാൽ അത് കേടുവരും. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് ജീവിതം തന്നു. ആ ജീവിതത്തിന്റെ മാനുവൽ നമുക്ക് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിലൂടെ. അതിൽ നിന്ന് ഒരു അണുകിട എവിടെയൊക്കെ തെറ്റുന്നുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, നിങ്ങളുടെ സൗഹൃദത്തിലാകട്ടെ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും റബ്ബിന്റെ മാനുവൽ തെറ്റിക്കുന്ന ആളുകൾക്ക് അവിടെയെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയതാവണം, എന്റെ സമ്പത്ത്, എനിക്ക് അധ്വാനിക്കുള്ള ആരോഗ്യം തന്നത്, ബുദ്ധി തന്നത്. എന്നേക്കാൾ ബുദ്ധിയുള്ള ആരോഗ്യമുള്ള ആളുകൾ ഇവിടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. ജോലിയില്ലാതെ ജീവിക്കാൻ വഴിയില്ലാതെ, പേരില്ലാതെ, അംഗീകാരമില്ലാതെ നടക്കുന്നുണ്ട്. എന്നാൽ അവരെക്കാളൊക്കെ ബുദ്ധിയും സാമർഥ്യവും കുറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു പേരും ഒരു അഡ്രസ്സും ഒരു ജീവിതവും തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ റബ്ബ് അത് അനുഗ്രഹം മാത്രമല്ല, അതൊരു പരീക്ഷണം കൂടിയാണ്. ആരാണത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതം കാഴ്ചവെക്കുന്നത് എന്ന് റബ്ബ് തആല പരിശോധിക്കാനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്കൊരു ജീവിതവും ജീവിതത്തിന് ശേഷം ഒരു മരണവും നിശ്ചയിച്ചത് നിങ്ങൾ ഏറ്റവും നന്നായി ജീവിക്കുന്നവരാരാണെന്നും അവർക്ക് മരണശേഷം അതിനർഹമായ പ്രതിഫലം കൊടുക്കുന്നതിനും വേണ്ടി മാത്രമാണ്. ഈ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ 5 നേരം നമസ്കാരം നിർവഹിക്കുന്ന മുസ്ലിങ്ങളിൽ ധാരാളം ആളുകള് സക്കാത്ത് കൊടുക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. മുസ്ലിങ്ങളിൽ കൂടുതലും സക്കാത്ത് കൊടുക്കാത്ത ആളാണ്, കൊടുക്കുന്നവരല്ല.
മുസ്ലിങ്ങൾ എല്ലാവരും കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മുസ്ലിം സമുദായത്തിൽ ഒരാളും പ്രയാസപ്പെടുന്നവരുണ്ടാവില്ല. ഇസ്ലാമിന് അപ്പുറത്തുള്ള സമൂഹത്തിലും അതിന്റെ നന്മകളും ഉണ്ടാകും. സക്കാത്ത് കൊടുക്കുന്നവരിൽ തന്നെയും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ആളുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതായത് നമസ്കാരം എന്റെ ഷർത്തും ഫർദും സുന്നത്തും ഒക്കെ പഠിച്ചതുപോലെ ചെയ്യുന്നത് പോലെ സക്കാത്ത് അത് എങ്ങനെയാണ്, എപ്പോഴാണ്, എത്രയാണ്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിവില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ, എന്തെങ്കിലുമൊക്കെ റമദാന്റെ 27-ന്റെ അന്ന് ആളുകള് കൈനീട്ടാൻ വരുന്ന രൂപത്തിൽ ആളുകളെ ഭിക്ഷക്കാരാക്കുന്ന ധാരാളം സമ്പന്നന്മാരുണ്ട്, അല്ലെ? കുറഞ്ഞെങ്കിലും ഇപ്പോഴും ധാരാളം ഉണ്ട്. റമദാൻ മാസം പിച്ചെടുക്കുന്ന അള്ളാഹ് ഏറ്റവും പുണ്യമായി കാരുണ്യമായി നൽകിയ മാസത്തിൽ മുഅ്മിനീങ്ങളെ കൊണ്ട് വീട്ടുപടിക്കൽ കാവൽ നിർത്തി പിച്ച കൊടുക്കുന്ന സ്വഭാവം നാളെ പരലോകത്ത് അവൻ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. അവന് സക്കാത്ത് ഇവന്റെ ഔദാര്യം, ഇവന്റെ വീട്ടുപടിക്കൽ കാവൽ നിന്ന് ഇറന്ന് വാങ്ങേണ്ടതല്ല, അതിന്റെ അവകാശങ്ങളുടെ അവകാശമാണ്. അത് അംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല. എന്റെ അടുക്കലുള്ള സക്കാത്ത് അതിന് അള്ളാഹു നിർണയിച്ച ആളുകൾക്കുള്ള അവകാശമാണ്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്റെ ബാക്കിയുള്ള സമ്പത്ത് പോലും നശിച്ചു പോകും. അതുകൊണ്ട് ചെയ്യുന്ന നമസ്കാരമോ ഹജ്ജോ ഉംറയോ മറ്റു കാര്യങ്ങളോ അത് സ്വീകരിക്കില്ല. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ വർധനവ്, വികാസം, ശുദ്ധീകരണം എന്നെല്ലാം അർത്ഥം നൽകുന്ന പദമാണ്. അത് കൊടുക്കുന്നവന്റെ മനസ്സ് വികസിക്കുന്നു, അവന്റെ മനസ്സിൽ പിശുക്കില്ലാതെയാവുന്നു, അവന്റെ മനസ്സിൽ അത്യാഗ്രഹമില്ലാതെയാവുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് വേറെപ്പ ചിന്തി വിശ്രമമില്ലാതെ ഓടി നടന്നുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായൊരു വിഹിതം യാതൊരു കുടുംബ ബന്ധമോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ലാത്ത ആളുകൾക്ക്, അതിന്റെ അവകാശികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അത്രമാത്രം മറ്റുള്ളവരുടെ വിഷമത്തിലും പ്രയാസത്തിലും ഇവന്റെ കരുണയും അലിവും ഉണ്ടാവുകയും ഇവന്റെ മനസ്സ് വിശാലമാവുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, അത് വാങ്ങുന്നവൻ പിന്നെ മോഷ്ടിക്കാനോ പലിശ വാങ്ങാനോ ആളുകളെ പറ്റിക്കാനോ അല്ലെങ്കിൽ മറ്റു തിന്മകളോ നിൽക്കാതെ അവന്റെ ജീവിതത്തിൽ വർധനമുണ്ടാകുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ സക്കാത്ത് കൃത്യമായി കൊടുത്തപ്പോ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ ഉമറുള്ളാന്റെ അടുക്കളേക്കര സക്കാത്ത് തിരിച്ചു വരികയാണ്. ഉമറുള്ളാൻ വിചാരിച്ചത് എന്നെ സോപ്പിടാൻ വേണ്ടി കൊടുത്തയച്ചതാണെന്ന്. എന്നാൽ അവിടുന്ന് പറയുന്നു, അംർ ബിൻ ആസ് പറയുകയാണ്, ഞാൻ സക്കാത്ത് ഇവിടെ വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ ആളുകളായി, ആരും വാങ്ങാനുള്ള ആളുകളില്ല. അതുകൊണ്ട് ഖലീഫ അവിടെ ആരെങ്കിലും അവകാശങ്ങളിൽ കൊടുത്തോ എന്ന് പറഞ്ഞ് തന്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് സക്കാത്ത് തിരിച്ചു വന്നു. ഇതിവിടെ കഥയല്ല, ഖലീഫ കാലത്ത് നടന്ന സംഭവമാണ്. ഇന്നത്തെ അത്ര ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇങ്ങനെ ഉണ്ടായത്. ആളുകൾ പരമദരിദ്രരായ ഒരു കാലത്ത് ഉള്ളവർ സക്കാത്ത് കൊടുത്തപ്പോ സക്കാത്ത് വാങ്ങാനാണില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക. എല്ലാവർക്കും പിച്ചി പങ്കിട്ട് ഇങ്ങനെ എന്നും ദരിദ്രനാക്കുന്ന അവസ്ഥയല്ല. തൊഴിൽ വേണോ, അതിനൊരു ചികിത്സയാണോ, വിദ്യാഭ്യാസമാണോ, വീടാണോ, എന്താണോ ആവശ്യമോ നിർവഹിച്ചു കൊടുത്ത് പിന്നെ അത് അവർ തന്നെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതാണ് സക്കാത്തിന്റെ നിർവചനം. അതിനുവേണ്ടി ആ സക്കാത്ത്, അല്ലെ? അതുകൊണ്ട് സക്കാത്ത് ഒരാൾക്ക് നിർബന്ധമാകാൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആ സക്കാത്ത് അയാളുടെ കൈവശം ബാധകമാകാനുള്ള പൈസ ഉണ്ടാവാന്നുള്ളത്. എത്ര സക്കാത്ത് കൊടുക്കാണ്ടാവുന്ന പൈസ? 595 ഗ്രാം വെള്ളിയുടെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് നിർബന്ധമായി. രണ്ടാമത്തെ കാര്യം, ആ സമ്പത്ത് 1 വർഷം കയ്യിലുണ്ടാവുന്നു. അതിന്റെ ഹൗല് തികയാണ്. 1 നിസാബ് തികയണം, 2 ഹൗല് തികയണം. എന്ന് പറഞ്ഞാൽ കാലപരിധി തികയണം. 1 കൊല്ലം നമ്മുടെ കയ്യിൽ ആ പൈസ ചെലവില്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസക്ക് സക്കാത്ത്. കച്ചവടമാണെങ്കിൽ വർഷത്തിലൊരിക്കൽ കച്ചവടത്തിന്റെ മുതലും ലാഭമെല്ലാം കണക്കാക്കി ബാക്കിയുള്ളതിൽ നിന്ന് 2.5% കൊടുക്കണം. അത് കണക്കാക്കേണ്ടത് ബാക്കിയുള്ള സമ്പത്ത് 595 ഗ്രാം വെള്ളിയുടെ പൈസ. ആ പൈസ അത് വെച്ച് കണക്കാക്കി എത്ര ലക്ഷമുണ്ടോ 1000 ഉണ്ടോ കണക്കാക്കിയിട്ട് അതിന് 2.5%
കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ ബാങ്കിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഒരു ചെലവില്ലാതെ ഒരു വർഷം 10,000 രൂപ ബാങ്കിൽ കിടക്കണമെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായി. സക്കാത്ത് കൊടുക്കണം. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ അറിയോ? വലിയ പൈസക്കാർക്ക്, സമ്പന്നന്മാർക്ക്, ലക്ഷങ്ങളുടെ ബാലൻസ് ഉള്ള ആളുകൾക്ക് ആ സക്കാത്ത് നിർബന്ധം അല്ല. ഒരു 10,000 രൂപ ബാങ്കിൽ, 10,000 വേണ്ട, 595 ഗ്രാം വെള്ളിക്ക് 10,000 ഉണ്ടാവൂലല്ലോ. അത്രയും പൈസ ബാങ്കിൽ ഒരു കൊല്ലം എടുക്കാതെ കിടക്കുകയാണെങ്കിൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടോ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് ടൂർ പോകണമെന്ന് അതിൽ കണക്കാക്കാൻ പറ്റില്ല. അതൊക്കെ നിന്റെ സക്കാത്ത് കൊടുത്ത ബാക്കിയുള്ള പൈസയെന്ന് കണക്കാക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ജീവിതത്തിന്റെ അപ്പുറത്ത് നിങ്ങൾ ചെലവാക്കുന്ന പൈസയൊന്നും ആരാന്റെ മുതലൊന്നും എടുക്കാൻ പറ്റൂല. അത് സക്കാത്ത് വേറെ മാറ്റി വെച്ച് നിനക്കുള്ള പൈസയിൽ നിന്ന് വേണം നീ അങ്ങനെ അടുത്തേക്ക് അതൊക്കെ അത്യാവശ്യം കുടുംബത്തിൽ കാണാൻ പോണതോ അല്ലെങ്കിൽ ഹജ്ജിന് പോണതോ ഉമ്രക്ക് പോണതൊക്കെ അല്ലാതെ ഉള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതിനൊക്കെ പോണൊക്കെ എന്ത് ചെയ്യണം? സ്വന്തം കൈ നടക്കണം. സക്കാത്തിനെ മുതൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധമായി കൊടുക്കേണ്ട സംഗതിയാണ്. അള്ളാഹു പറയുന്നു, മുസ്ലിങ്ങളുടെ സമ്പത്തിൽ, അവരുടെ സമ്പത്തിൽ ഹഖുൻ, അവകാശമുണ്ട്, ലിസ്സാഇലി, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, പ്രയാസം കൊണ്ട് ചോദിക്കുന്ന ആളുകൾക്ക് അവകാശമുണ്ട്, വൽ മഹറൂം, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഹാൻഡിക്യാപ്ഡായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത വിധവകളായ, അല്ലെങ്കിൽ യതീമുകളായ, അല്ലെങ്കിൽ വൃദ്ധരായ, അങ്ങനെ ജീവിക്കാൻ ഒരു പണിയും ചെയ്യാൻ കഴിയാത്ത, ഒരു വരുമാനമില്ലാത്ത ആളുകളാ മഹറൂം എന്ന് പറയുന്നത്. അവർക്കും നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട്. والذين في أموالهم حق معلوم للسائل والمحروم. സൂറത്ത് മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു വിജയിക്കുന്ന ആളുകളുടെ ഗുണമായിട്ട് അല്ലാഹു പറഞ്ഞ സൂറത്ത് മുഅ്മിനൂനിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു എണ്ണി പറഞ്ഞു വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ്, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നവർ മാത്രമല്ല, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും കൂടിയാവണം. എന്റെ സക്കാത്ത് ഞാൻ കൊടുത്താൽ മാത്രം പോരാ, മറിച്ച് സമൂഹത്തിൽ മറ്റുള്ളവരെല്ലാം സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും അതെല്ലാം ശേഖരിച്ച് അതിന്റെ അവകാശികൾ കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അതും എന്റെ ഉത്തരവാദിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും നിങ്ങൾക്കുള്ളതുപോലെ ഒരു ജീവിതവും സന്തോഷവും നിങ്ങളുടെ സഹോദരനുമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരെ, ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണാവില്ലാതെ. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമൊക്കെ നിങ്ങളുടെ സഹോദരൻ ഉണ്ടാവണം, ആ ആഗ്രഹം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, അതിനവരെ സഹായിക്കണം. ആ സഹായമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിനപ്പുറത്തെ സദഖയും അതിലേക്ക് പര്യാപ്തമായ സംഗതിയാവണം. സക്കാത്ത് കൊണ്ട് മാത്രം സമൂഹത്തെ, കണക്ക് പ്രകാരം സക്കാത്ത് കൊടുത്തുകൊണ്ട് മാത്രം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ തന്റെ സമ്പത്തിന് സദഖ കൊടുത്തുകൊണ്ട് അത് നിർവഹിക്കണമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാളുടെ സമ്പത്തിനെയും അയാളെയും അത് ശുദ്ധീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ. ഓ നബിയേ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങുക, അങ്ങനെ അവരെ മാനസികമായി അവരെയും അവരുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അവരെ സംസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ചില ആളുകളൊക്കെ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, തന്നില്ലെങ്കിലും പിടിച്ചു വാങ്ങും, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പോകണം. മുസ്ലിമാണോ, മുസ്ലിമായി ജീവിക്കണോ, ഇസ്ലാമിന്റെ ലേബിളിൽ ജീവിക്കണോ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കണോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അത് പാവപ്പെട്ട അവകാശം. റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഒട്ടകത്തിന് കൊടുക്കുമ്പോ അത് കയറോട് കൂടിയിട്ടാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ, എന്റെ കാലത്ത് നിങ്ങൾ ആ കയറൂരിയിട്ടിട്ട് ഒട്ടകത്തിന് മാത്രം തരികയാണെങ്കിൽ ആ കയറിന് വേണ്ടി പോലും നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുന്നു. കാരണം നിങ്ങളതല്ല, അത് പാവപ്പെട്ടവൻ്റെതാണ്. അത്രമാത്രം കർശനമാണ്. അപ്പോൾ
വെറുതെ ശരീരം കൊണ്ട് മാത്രമല്ല, അള്ളാഹു തന്ന എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിക്കണം. അതുകൊണ്ട് സകാത്ത് കൊടുക്കാത്തവൻ ആരല്ല? മുസ്ലിമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളുടെ അടയാളമായിട്ട് അള്ളാഹു പറഞ്ഞെടുത്ത് പറഞ്ഞു, മുശ്രിക്കുകൾക്ക് മഹാനാശം. അല്ലദീനഹും ലാ യുഅ്തൂന സക്കാ. എങ്ങനെയുള്ളവരാണ് അവര്? സൂറത്ത് ഫുസ്സിലത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, അവര് സക്കാത്ത് കൊടുക്കാത്തവരാണ്. അപ്പോ സക്കാത്ത് കൊടുക്കാത്തത് മുശ്രിക്കുകളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് വേണ്ടി ദിവസവും 2 മലക്കുകൾ ഇറങ്ങുകയും, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. ഒരാളെ അടുക്കൽ പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങാതിരിക്കില്ല. ഫയഖൂൽ അഹദുഹുമാ, ഒന്നാമത്തെ ആള് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ, നിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അതിന് നീ പകരം കൊടുക്കണേ റബ്ബേ. വയഖൂലുൽ ആഖിർ, രണ്ടാമത്തവൻ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. അല്ലാഹ്, നീ കൊടുത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം വരുത്തണേ, അവനെ ഇല്ലാതെയാക്കണേ എന്ന് 2 മലക്കുകൾ ഇറങ്ങി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കൊടുക്കുന്ന സദഖയ്ക്ക് പ്രത്യേക പുണ്യുണ്ട്. ആ മലക്കിന്റെ പ്രാർത്ഥന ഉൾപ്പെടും. അതുകൊണ്ട് രാവിലെ തന്നെ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാ അതിന് ശാപമായിട്ട് പ്രാകണ്ട. നേരം വെളുക്കുമ്പത്തിനും വന്നു എന്ന് പറയണ്ട. അത് നിനക്ക് മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കാൻ അള്ളാഹ് കൊണ്ടുവന്ന ഭാഗ്യാണ്. ചിരിച്ച മുഖത്തോടെ സ്നേഹത്തോടെ ഒന്ന് കൊടുത്തോ. അല്ലെ, നമ്മൾ സുബഹിസ്കരിച്ച് പള്ളിയിൽ ഇറങ്ങുമ്പോ തന്നെ ഉണ്ടാവും കൈ നീട്ടിയ ആൾക്കാർ. അത് കണ്ട ഒന്നും പ്രാകണ്ട, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ചിരിച്ചിരി തരാം എന്ന് പറഞ്ഞപ്പോ. കാരണം എന്താ? മലക്കുകൾ ഇറങ്ങിക്കാണ് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന ഉൾപ്പെടണോ? എങ്കിൽ ഇഷ്ടത്തോടെ ചിരിച്ച മുഖത്തോടെ അവരെ അഭിമുഖീകരിക്ക് കൊടുക്കുക. മാത്രമല്ല, ആളുകളുടെ ധാരണ കൊടുത്താൽ കുറഞ്ഞു പോകും. എന്താണ്? ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ. ഒരിക്കലും സദഖ കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകില്ല. അതിലേക്ക് 4 ഭാഗത്തും കിണറിൽ നിന്ന് ഉറവ് വരുന്നത് പോലെ പടച്ച റബ്ബ് നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ സമ്പത്തിലേക്ക് ബർക്കത്തിനെ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് നിങ്ങളുടെ സദഖ കൊടുക്കൂ. ഇതാണ് കച്ചവടക്കാരോട് റസൂൽ പറഞ്ഞു, കച്ചവടക്കാരെ, നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും നിങ്ങളുടെ കച്ചവടത്തിൽ ചെറിയ ചെറിയ കളവുകൾ വരും. അതുകൊണ്ട് അത് മായ്ച്ചു കളയണമെങ്കിൽ നിങ്ങൾ ധാരാളമായി സദഖ കൊടുക്കണേ. അതിനർത്ഥം ആൾക്കാരെ പറ്റിച്ചിട്ടും കുറെ ഉണ്ടാക്കി സദഖ കൊടുക്കാന്നല്ല എന്റെ അർത്ഥം. എങ്ങനെ കച്ചവടം ചെയ്താലും എന്ത് ചെയ്യും? ചെറിയ കളവൊക്കെ വരായിക്കല. വാങ്ങിയ പൈസ ആൾക്കാർക്ക് പറയാൻ പറ്റും, ഇത്രയൊക്കെ വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഒരു മറയൊക്കെ വേണ്ടേ, നല്ല കച്ചവടം നടക്കുള്ളൂ. ചില കളവുകളൊക്കെ അവരെ പറ്റിക്കാനല്ല, നമ്മുടെ കച്ചവടം തകരാതിരിക്കാൻ ചില നുണകളൊക്കെ പറയേണ്ടി വരും, അല്ലെ? പക്ഷേ അതിനെ കവർ ചെയ്യുന്നത് കൊണ്ടാണ്, സ്വതക്ക കൊണ്ടാണ്. അതുകൊണ്ട് കച്ചവടക്കാരെ, നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കൂ. കാരണം ഞാൻ നരകത്തിൽ നോക്കിയപ്പോൾ അധികവും കച്ചവടക്കാരെയും സ്ത്രീകളെയുമാണ് കണ്ടത് എന്ന്. വല്ലാത്ത അവസ്ഥയാണ്, അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ധാരാളം സദഖകൾ കൊടുക്കുക, പൂഴ്ത്തി വെക്കരുത്, കൊള്ളലാഭം എടുക്കരുത്, ആളുകളെ പറ്റിക്കരുത്. എന്നാൽ അറിയാതെ വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി സദഖകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. റമദാൻ മാസമാണിത്. നന്മകൾക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്ത സന്മാർഗത്തിന്റെ സൗഭാഗ്യത്തിന്റെ നിമിഷങ്ങളാണിത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരക്കയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിന്റെ ഒരു ചീളെങ്കിലും മറ്റൊരുത്തിന് കൊടുക്കണം. നിങ്ങൾ അങ്ങനെ നരകത്തിൽ നിങ്ങൾ കാത്തുകൊള്ളണേ എന്നാണ്. ഒന്നുമില്ലാത്തവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ചോദിച്ചു, നബിയെ, വല്ലവർക്കും തന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സദഖ കൊടുക്കണോ? അപ്പോൾ റസൂൽ പറഞ്ഞു, നീയും കൊടുക്കണം, നിനക്ക് കിട്ടിയതില്ലെന്നൊരംശം നീയും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. അപ്പൊ എത്ര ഇല്ലാത്തവനും സദഖ കൊടുക്കണം, ഉള്ളവൻ സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. അല്ലെങ്കിൽ നമസ്കാരവും നോമ്പൊന്നും ഇവിടെ പൊന്തി പോകൂല. നിങ്ങളെ സക്കാത്ത് കടം കൂടുന്നവരെ തലന്റെ മുകളിൽ തന്നെ നിൽക്കും. നിങ്ങളെ നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയൊക്കെ സക്കാത്ത് എപ്പോ കൊടുത്തു കിട്ടുന്നുവോ അപ്പോഴത് റെക്കോർഡിലേക്ക് കയറുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയറുല്ലാഹ്
وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളുകയും പരിപൂർണ മുസ്ലിം ആയിക്കൊണ്ട് മാത്രം ഇവിടെ നിന്ന് മരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടൊന്നുപോലെ വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അപ്പോൾ സക്കാത്തിന്റെ അർഹരായ ആളുകളുണ്ട്, ഫഖറ, മസാഖ്, അവരെല്ലാം ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാവരും അറിയാം ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് യതീം മക്കള്. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും ഇത്ര അകലമേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിൽ നിന്ന്. അത്രയും അടുത്ത് വീട് കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു മനസ്സ് റഫായിട്ട് നബിനെ ചോദിച്ചപ്പോ നബി എന്റെ മനസ്സ് വല്ലാത്ത റഫായി എന്താ ചെയ്യേണ്ടി വെച്ചപ്പോൾ യതീമിനെ വിളിച്ചൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് തലയൊക്കെ നിങ്ങൾ തലോടി ആ കുട്ടിനെ നീ ഓമനിക്ക് എങ്കിൽ നിന്റെ മനസ്സ് ശരിയാവുന്ന. ആരെങ്കിലും ചെയ്യലുണ്ടോ അങ്ങനെ? വെറുതെ ഓമനിച്ചാൽ പോലെ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നടക്കണവരുടെ യതീം മക്കള് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കണം എന്നാ. മതത്തിനെ കളവാക്കുന്നവരെ കുറിച്ച് പറഞ്ഞ ലക്ഷണം പറഞ്ഞത് യതീമിന്റെ അവകാശങ്ങൾ പരിഗണിക്കാതെ അവൻ ആട്ടിയോടിക്കുന്നവൻ. ആരെങ്കിലും യതീമിന്റെ വിഷയം പറഞ്ഞ് വന്ന ഇവര് കമ്മീഷൻ അടിക്കാനാണ് ഇവര്, എന്നാ നിങ്ങൾ പിരിച്ചുകൊണ്ട് കൊടുക്ക്. അത് ചെയ്യുന്നില്ലല്ലോ. ആരെങ്കിലും അവർ കൂലി എടുത്തോട്ടെ, എന്നാലും ബാക്കിയെങ്കിലും കിട്ടുമല്ലോ യതീം മക്കൾക്ക്. അതുകൊണ്ടാണ് ഇപ്പോ പണ്ടത്തെ പോലെ റൂട്ടിൽ യതീം മക്കൾ അറിയാത്തത്. ആദ്യമായി കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ യതീംഖാന നമ്മൾ ആരംഭിച്ചു. അത് വലിയ ഒരു ചലനം സൃഷ്ടിച്ചു. അള്ളാഹു അതിന് നന്മ നമ്മുടെ മുൻഗാമികൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് കൊണ്ട് നടക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് യതീം മക്കൾ നമുക്കുള്ള ഒരു തണലാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ നമ്മുടെ സക്കാത്തിൽ നല്ലൊരു വിഹിതം ഇന്നത്തെ കളക്ഷൻ ജാമിയ സലഫിയ കരിങ്ങനാട് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി ആത്മാർത്ഥമായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. പട്ടാമ്പിയിൽ കൊപ്പൻ റൂട്ടിൽ കരിങ്ങനാട് ജാമിയ സലഫിയ. അതിലേക്ക് അവിടെ 200ഓളം കുട്ടികൾ അറബി കോളേജിലും യതീംഖാനയിലും ഒക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്, പാവപ്പെട്ടവരും യതീമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 500ഓളം കുട്ടികൾ സ്കൂളും മറ്റൊക്കെയായി പള്ളി, മദ്രസ, സ്കൂള് എല്ലാം നടക്കുന്നു. നമ്മളൊക്കെ റമദാനും മറ്റൊക്കെ കൊടുക്കുന്ന സക്കാത്ത് കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ധാരാളം പണ്ഡിതന്മാര് ഇപ്പോൾ അള്ളാഹു ദീന്റെ പ്രബോധന രംഗത്ത് അതിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആരംഭിച്ചവർക്കും കൊണ്ടു നടക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും എല്ലാം പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അയൽവാസിയായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ആഗ്രഹമുണ്ടെങ്കിൽ പരമാവധി കഴിയുന്ന ഒരു സഹായം നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ കൊണ്ടുവരാത്ത ആളുകൾ ജാമിയ സലഫി യതീംഖാനയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കൊണ്ടുവന്ന് ഇവിടെ കമ്മിറ്റി ഏൽപ്പിച്ചാലും മതി. അവിടെ കഴിയാവുന്ന പ്രയാസം സഹായം ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ സ്വതക്കും സക്കാത്തും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിത പ്രയാസങ്ങൾ അള്ളാഹുവെ ദൂരീകരിച്ചു തരണമേ റഹ്മാനെ. രോഗികളായ സഹോദരന്മാർ, സഹോദരികൾ, മാതാക്കൾ, ആക്സിഡന്റ് പറ്റിയ ആളുകൾ, കിണ്ടിപ്പോയ ആളുകൾ, പലതരത്തിലുള്ള രോഗമുള്ള ആളുകൾ വീട്ടിലും ഹോസ്പിറ്റലുമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ യഥാർത്ഥ മരുന്നും ചികിത്സയും അറിയുന്നവൻ അള്ളാഹുവാണ്. റബ്ബേ, അവർക്കുള്ള യഥാർത്ഥ ചികിത്സ നൽകി ആരോഗ്യമുള്ള ദീർഘായുസ്സ് അവർക്ക് നീ നൽകണമേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് വിടകൊണ്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, കുറ്റപറയുന്നവർ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബന ഗ്ഫിർ ലനാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله والحمد لله رب العالمين.